കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടത് അടുത്തിടെയാണ്. കേസിൽ പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ വിധിന്യായത്തിൽ എടുത്തു പറഞ്ഞിരുന്നു. പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് പ്രോസിക്യൂഷൻ. വിധി വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ആദ്യ കൊക്കെയിൻ കേസായിരുന്നു 2015 ജനുവരിയിൽ നടന്നത്. ഷൈൻ ടോം ചാക്കോയ്ക്ക് പുറമെ 4 വനിതാ മോഡലുകളും അന്ന് അറസ്റ്റിലായിരുന്നു. ജനുവരി 31 കലൂർ കടവന്ത്ര റോഡിലെ ഫ്ളാറ്റിൽ നിന്ന് കൊക്കൈനുമായി അന്ന് പിടിയിലായവർ ചില്ലറക്കാരായിരുന്നില്ല. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അർദ്ധരാത്രി നടത്തിയ റെയ്ഡിൽ പിടിയിലായത് നടൻ ഷൈൻ ടോം ചാക്കോയും മോഡലുകളായ രേഷ്മ രംഗസ്വാമി, ബ്ലസി സിൽവർസ്റ്റർ, ടിൻസ് ബാബു, സ്നേഹ ബാബു എന്നിവരും 8 ഗ്രാം കൊക്കൈൻ ഇവരിൽ നിന്നും പിടിച്ചെടുത്തു എന്നായിരുന്നു കേസ്. ഇവർക്ക് കൊക്കൈൻ വിതരണം ചെയ്ത നൈജീരിയൻ സ്വദേശി, ചെന്നൈ സ്വദേശികളായ 2 പേർ തുടങ്ങിയവരും പിന്നീട് അറസ്റ്റിലായി. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ആദ്യ കൊക്കൈൻ കേസ് എന്നതായിരുന്നു ഏറെ വാർത്താ പ്രാധാന്യം നേടിയ ഈ കേസിന്റെ മറ്റൊരു പ്രത്യേകത. എന്നാൽ കേസിൽ എല്ലാ പ്രതികളെയും കഴിഞ്ഞ ഫെബ്രുവരി 11 എറണാകുളം അഡീഷണൽ സെഷൻ കോടതി വെറുതെ വിട്ടു. അന്വേഷണത്തിൽ പോലീസിനും കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷനും ഉണ്ടായ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു കോടതി വിധി. അന്വേഷണ നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും പിടിച്ചെടുത്ത ലഹരി മരുന്നിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. വനിതകളെ പരിശോധിക്കുമ്പോൾ ഗസറ്റഡ് റാങ്കിലുള്ള വനിതാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കണമെന്നാണ് നിയമം. എന്നാൽ ഈ കേസിൽ അത് പാലിക്കപ്പെട്ടിട്ടില്ല. സ്ഥലത്തുണ്ടായിരുന്നത് ഗസറ്റഡ് റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. റെയ്ഡ് നടത്തിയവരുടെയും പിന്നീട് സ്ഥലത്തെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ മൊഴികളിലെ വൈരുദ്ധ്യം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. പിടിച്ചെടുത്ത കൊക്കൈനിലെ ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൃത്യമായി വേർതിരിച്ച് ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധന നടത്തിയില്ല. ഫ്ളാറ്റിലെ പരിശോധനയിൽ പോലീസ് കണ്ടെടുത്ത പല വസ്തുക്കളും സെർച്ച് മെമ്മോയിൽ രേഖപ്പെടുത്തിയില്ല എന്നും കോടതി വിധിയിൽ വിമർശനമുണ്ടായി. ഒടുവിൽ പ്രതികളെ വെറുതെ വിട്ട വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് പ്രോസിക്യൂഷൻ. ഹൈക്കോടതിയിലാണ് അപ്പീൽ നൽകുക. ലഹരി കേസുകളിൽ പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടാൽ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകാറുണ്ട്. ഈ കേസിലും അതേ നടപടിയിലേക്കാണ് പ്രോസിക്യൂഷൻ നീങ്ങുന്നത്. സംസ്ഥാനത്തെ ആദ്യ കൊക്കൈൻ കേസിൽ പരാജയം നേരിടേണ്ടി വന്നത് പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉത്തരവ് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും അപ്പീൽ നൽകുന്നതിൽ പ്രോസിക്യൂഷൻ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.